കേരള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പാണല്ലോ. 10:30 മറ്റോ ആണ് തെരഞ്ഞെടുപ്പ് നടക്കുക. സർവകലാശാല ആസ്ഥാനത്താണ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ വോട്ടെണ്ണലിനിടെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടു. നമ്മൾ നിയമസഭയിലെ കയ്യാങ്കളി പോലെയായിരുന്നു കഴിഞ്ഞ തവണത്തെ വോട്ടെണ്ണലിൻ്റെ രംഗങ്ങൾ നമ്മൾ ചിത്രീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിയത്. അപ്പോൾ സമാനമായ രംഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് വലിയ കരുതലൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവസ്ഥ കേരള സർവകലാശാലയിൽ? SFIക്ക് തന്നെയാണോ മുൻതൂക്കം? അരുൺ, നിലവിലെ സാഹചര്യത്തിൽ SFIക്ക് തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. എന്തായാലും ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഇവിടെയുണ്ട്. നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ സംവിധാനങ്ങളുമായിട്ടാണ് പോലീസ് ഇതിനെ നേരിടാൻ പോകുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായ സംഘർഷം ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരു സാധാരണ ഒരു ഇലക്ഷനെ പോലെ അത്രയും ആവേശമുള്ള ഇലക്ഷനായി മാറുന്നു. സ്വാഭാവികമായി വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ സംഘർഷത്തിലുള്ള സാധ്യതയും വലിയ കൂടുതലുമാണ്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെയുണ്ട്. SFIക്കുള്ള മുൻതൂക്കം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഈ TV പ്രസാദ് ഞാൻ കേട്ടിട്ടുണ്ട്. TV പ്രസാദ് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ഞാൻ പയ്യന്നൂർ കോളേജിൽ മാഗസീൻ എഡിറ്ററായിരുന്നു. പയ്യന്നൂർ കോളേജിന്റെ ചെയർമാനായിരുന്നു. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ ചെയർമാനായിരുന്നു. പാലയാട് UUC ആയിരുന്നു. ഈ പയ്യന്നൂരൊക്കെ ജയിച്ചു വരുന്ന സമയത്ത് എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്കൊക്കെ ജയിച്ചു വരുന്ന സമയത്ത്, വോട്ടെണ്ണലിന്റെ സമയത്തൊക്കെ? ഇല്ലില്ല, വലിയ ടെൻഷനൊന്നുമില്ല. ആ സമയത്ത് നമുക്കൊരു ട്രെൻഡ് ഉണ്ടായത്, ആ സമയത്ത് വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിട്ട് വലിയ വിദ്യാർത്ഥി സമരം നടക്കുന്ന കാലഘട്ടമായിരുന്നു 2005 എന്ന് പറയുന്ന സമയം. ആ സമയത്ത് ഞാൻ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിലാവുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജയിലിൽ പോയി എന്നൊക്കെയുള്ള ട്രെൻഡ് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന പല യുവ നേതാക്കളും ഇന്നിപ്പോൾ CPM DYFIയുടെ കമരത്താണ്. നമ്മുടെ ഷംസീർ എൻ്റെ കൂടെ ജയിലിൽ കിടന്നതാണ്. M സ്വരാജ് ജയിലിലുണ്ടായതാണ്. പല പല നേതാക്കളുണ്ട്. അതെ, ഇതൊന്നും പറഞ്ഞ TV പ്രസാദിനെ എന്താണ് കൂട്ടം കൂടി ആക്രമിക്കുന്നവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി, TV പ്രസാദ് യഥാർത്ഥത്തിൽ ഒരു പത്രപ്രവർത്തകനായില്ലായിരുന്നെങ്കിൽ സ്വരാജ് ഷംസീർ നിരയിലേക്കൊക്കെ ഉയർത്തേനെ അല്ലേ? മാത്രമല്ല, ഞാൻ ഉയർന്നേനെന്ന് പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളായതുകൊണ്ട് മാത്രമാണ്. പത്രപ്രവർത്തനം അത്ര മോശമുള്ള പണിയൊന്നുമല്ല. TV പ്രസാദ് അതിൽ വൃത്തിയായിട്ട് വെടുപ്പായിട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു TV പ്രസാദ്.